ഹായ് ഹലോ വെൽക്കം ടു PSI ട്രിക്സ് വിത്ത് അമ്മു. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നതേ നമ്മുടെ പ്രിലിംസിന് വേണ്ടിയിട്ടുള്ള മോക്ക് ടെസ്റ്റ് വിത്ത് റിലേറ്റഡ് ഫാക്റ്റാണ് കേട്ടോ. അപ്പം നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോയാലോ. ക്വസ്റ്റ്യൻസ് വന്ന ഭാഗങ്ങളിൽ നിന്നുള്ള ക്വസ്റ്റ്യങ്ങൾ എടുത്തിട്ട് അതിൻ്റെ റിലേറ്റഡ് ഫാക്റ്റും എല്ലാം ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. SCERT ഫാക്റ്റും ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം. നമ്മൾ ഇങ്ങനെയൊരു ക്ലാസ് ചെയ്യുന്നത് വഴി നമുക്ക് പഠിച്ചു പോയ എല്ലാ കാര്യങ്ങളും ജസ്റ്റ് ഒന്ന് ഓർമ്മയിലെങ്കിലും വരാനെങ്കിലും നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളാവും കേട്ടോ. അപ്പോൾ നമ്മൾ നേരെ ക്ലാസ്സിലേക്ക് പോയാലോ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ തെറ്റായ ജോഡി ഏത്? താഴെ കൊടുത്തിരിക്കുന്നതിൽ തെറ്റായ ജോഡി ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ബ്രഹ്മസമാജം, രാജാറാം മോഹൻ റോയ്, പ്രാർത്ഥനാ സമാജം, ആത്മാറാം പാണ്ഡുരംഗ്, അലിഗഡ് സൊസൈറ്റി, സയ്യിദ് അഹമ്മദ് ഖാൻ, ആര്യ സമാജം, ജ്യോതിറാവു ഫുലെ. ഏതാണ് തെറ്റ്? ഓപ്ഷൻ ഡി ആണ്. ആര്യ സമാജം, ജ്യോതിറാവു ഫുലെ എന്നത് തെറ്റാണല്ലേ. ആര്യ സമാജം ആരാണ് സ്ഥാപിച്ചത്? ആരുടെ പ്രസ്ഥാനമാണ്? ദയാനന്ദ സരസ്വതിയുടെയാണ് അല്ലേ. ദയാനന്ദ സരസ്വതിയുടെയാണ്. വർഷം കൂടെ ഓർത്തിരിക്കുക. 1875 ആര്യ സമാജം സ്ഥാപിക്കുന്നത്. ദയാനന്ദ സരസ്വതി 1875 ആര്യ സമാജം സ്ഥാപിക്കുന്നത്. ജ്യോതിറാവു ഫുലെയുടെ പ്രസ്ഥാനത്തിൻ്റെ പേരെന്താണ്? ജ്യോതിറാവു ഫുലെയുടെ സത്യശോധക് സമാജം എന്നാണ് കേട്ടോ. സത്യശോധക് സമാജ് ആരുടെയാണ്? ജ്യോതിറാവു ഫുലെയുടെയാണ്. ആര്യ സമാജം ആരാണ്? ദയാനന്ദ സരസ്വതിയാണ്. വർഷം ഓർത്തിരിക്കുക. 1875 ജ്യോതിറാവു ഫുലെയുടെ പ്രസ്ഥാനം ഏതാണ്? സത്യശോധക് സമാജാണ്. ഈ ജ്യോതിറാവു ഫുലെയുമായിട്ട് സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ് അദ്ദേഹത്തിൻ്റെ ബുക്കുകൾ. ഗുലാംഗിരി, അതുപോലെ തന്നെ ഇഷാര. ഇത് ആരുടെ ബുക്കുകളാണ്? ജ്യോതിറാവു ഫുലേൻ്റെ ബുക്കുകളാണ് കേട്ടോ. ഗുലാംഗിരി, ഇഷാര എന്നിവ ആരുടെ ബുക്കുകളാണ്? ജ്യോതിറാവു ഫുലെയുടെ ബുക്കുകളാണ് കേട്ടോ. ഈ ഗുലാംഗിരി ഒരുപാട് വട്ടം റിപ്പീറ്റ് ചെയ്തിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ബ്രഹ്മസമാജം ഏത് വർഷം? ബ്രഹ്മസമാജം വർഷം പഠിച്ചിരിക്കണം. 1828 കേട്ടോ സ്ഥാപിക്കുന്നത്. ആരാണ് സ്ഥാപിച്ചത്? രാജാറാം മോഹൻ റോയ് അല്ലേ. 1828 രാജാറാം മോഹൻ റോയിയാണ് ബ്രഹ്മസമാജം സ്ഥാപിക്കുന്നത്. ആദ്യകാലങ്ങളിൽ ഇത് ബ്രഹ്മസഭ എന്നാട്ടോ അറിയപ്പെട്ടിരുന്നത്. ബ്രഹ്മസമാജം എന്നല്ല, ആദ്യകാലങ്ങളിൽ ഇത് ബ്രഹ്മസഭ എന്നുള്ള പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. അതുപോലെ തന്നെ ചോദിക്കാറുണ്ട്, നമ്മുടെ കേരളത്തിൽ ബ്രഹ്മസമാജത്തിൻ്റെ പ്രചാരണത്തിന് നേതൃത്വം നൽകിയത് ആരെന്ന് ചോദിച്ചിട്ടുണ്ട്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. കേരളത്തിൽ ബ്രഹ്മസമാജത്തിൻ്റെ പ്രചാരണത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? അത് അയ്യത്താൻ ഗോപാലനാണ് കേട്ടോ. അയ്യത്താൻ ഗോപാലനാണ് കേരളത്തിൽ ബ്രഹ്മസമാജത്തിന് നേതൃത്വം നൽകിയത് കേട്ടോ. അയ്യത്താൻ ഗോപാലനാണ്. ഒരു വട്ടം പ്രിലിംസിന് രാജാറാം മോഹൻ റോയിയെക്കുറിച്ച് വളരെ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പിൽ ചോദിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിനെ കുറിച്ച് കാര്യങ്ങൾ ചോദിച്ചിട്ട് പെടാത്തത് ഏതെന്ന് അങ്ങനെ പറഞ്ഞിട്ട് സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പിൽ ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ അറിഞ്ഞിരിക്കണം. രാജാറാം മോഹൻ റോയ് എങ്ങനെയാണ് അറിയപ്പെടുന്നത്? ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നാണ് അറിയപ്പെടുന്നത് അല്ലേ. ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? രാജാറാം മോഹൻ റോയ് ആണ്. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്, സതി നിർത്തലാക്കാൻ മുൻകൈയെടുത്ത നവോത്ഥാന നായകൻ ആരാണ്? അത് രാജാറാം മോഹൻ റോയ് ആണ് കേട്ടോ. ആരാണ് സതി നിർത്തലാക്കിയത്? അത് വില്യം ബെൻഡിക്കാണ് കേട്ടോ. വില്യം ബെൻഡിക്കാണ് സതി നിർത്തലാക്കിയത്. വർഷം കൂടെ അറിഞ്ഞിരിക്കുക. 1829 കേട്ടോ. വില്യം ബെൻഡിക്ക് സതി നിർത്തലാക്കുന്നത് 1829 ഈ സതി നിർത്താൻ മുൻകൈയെടുത്ത നവോത്ഥാന നായകൻ ആരാണ്? രാജാറാം മോഹൻ റോയ് ആണ്. അദ്ദേഹം പിന്നെ ഇന്ത്യൻ പത്രപ്രവർത്തനത്തിൻ്റെ സ്ഥാപകൻ എന്നും അറിയപ്പെടുന്നുണ്ട്. ആര്? രാജാറാം മോഹൻ റോയ് കേട്ടോ. ഇന്ത്യൻ പത്രപ്രവർത്തനത്തിൻ്റെ സ്ഥാപകൻ ആരാണ്? രാജാറാം മോഹൻ റോയ് ആണ്. അദ്ദേഹത്തിൻ്റെ ബംഗാളി ഭാഷയിൽ ആരംഭിച്ച പത്രം ഏതാണ്? സ്ഥിരമായിട്ട് വരുന്നതാണ് ക്വസ്റ്റ്യൻ. സംവാദ് കൗമുദി ആണ് കേട്ടോ. സംവാദ് കൗമുദി. ആ ഭാഗമൊക്കെ ഓർമ്മ വരുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. രാജാറാം മോഹൻ റോയ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ച പത്രം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? സംവാദ് കൗമുദിയാണ് കേട്ടോ. അത് വർഷം കൂടെ ഒന്ന് ഓർത്തിരിക്കുക. 1821 കേട്ടോ ആരംഭിച്ചത് സംവാദ് കൗമുദി. ബംഗാളി ഭാഷയിൽ 1821 ആരംഭിക്കുന്നത്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പേർഷ്യൻ ഭാഷയിൽ അദ്ദേഹം എഴുതിയ ബുക്ക് ഏതാണ്? മിറാത്ത് ഉൽ അക്ബർ. പേർഷ്യൻ ഭാഷയിലുള്ള രാജാറാം മോഹൻ റോയിയുടെ പ്രസിദ്ധീകരണ ബുക്കാണ് മിറാത്തുൽ അക്ബർ എന്ന് പറയുന്നത് കേട്ടോ. അത് 1822 കേട്ടോ. 1822. ഇനി അതുപോലെ തന്നെ ബംഗദൂത് എന്ന് പറയുന്നത് ആരുടെ പ്രസിദ്ധീകരണമാണ്? ബംഗദൂത്
രാജാ റാംമോഹൻ റോയിയുടെ തന്നെയാണ് കേട്ടോ, തെറ്റിപ്പോരുത്. ബംഗദൂത് എന്ന് പറയുന്ന പ്രസിദ്ധീകരണം ആരുടെയാണ്? രാജാ റാംമോഹൻ റോയിയുടെയാണ് കേട്ടോ. അദ്ദേഹം വേദാന്ത കോളേജ് സ്ഥാപിച്ചത് 1825 കേട്ടോ. വേദാന്ത കോളേജ് സ്ഥാപിക്കുന്നത് 1825. അപ്പോൾ നമ്മൾ അദ്ദേഹത്തിൻ്റെ ബംഗാളി ഭാഷയിൽ ആരംഭിച്ച പത്രം കണ്ടു. ഏതായിരുന്നു? സംവാദ് കൗമുദിയിൽ 1821. പേർഷ്യൻ ഭാഷയിൽ ആരംഭിച്ചതോ പത്രമോ പ്രസിദ്ധീകരണം മിറാത്തുൽ അക്ബർ എന്നുള്ളതായിരുന്നു കേട്ടോ, 1822. ഇനി അദ്ദേഹത്തിൻ്റെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ബുക്കുകൾ, അത് മിക്കവാറും തെറ്റിപ്പോകുന്നതാണേ. തുഹ്ഫത്തുൽ മുവാഹിദീൻ എന്നാണ് കേട്ടോ. തുഹ്ഫത്തുൽ മുവാഹിദീൻ അങ്ങനെ തന്നെ പഠിക്കണേ. തുഹ്ഫത്തുൽ മുവാഹിദീൻ ആരുടെയാണ്? രാജാ റാംമോഹൻ റോയിയുടെയാണ്. തുഹ്ഫത്തുൽ മുവാഹിദീൻ ആരുടെയാണ്? രാജാ റാംമോഹൻ റോയിയുടെയാണ് കേട്ടോ. അതേപോലെ ഒരു ബുക്കും കൂടിയുണ്ട്, വേദാന്ത ഗ്രന്ഥം. ഇതും കൂടെ ഓർത്തിരിക്കട്ടോ. വേദാന്ത ഗ്രന്ഥം തുഹ്ഫത്തുൽ മുവാഹിദീൻ ആരുടെയാണ്? രാജാ റാംമോഹൻ റോയിയുടെയാണ് കേട്ടോ. അപ്പോൾ രാജാ റാംമോഹൻ റോയിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കുറച്ച് കാര്യങ്ങൾ നമ്മൾ പഠിച്ചില്ലേ. ഇനി പറയൂ, പ്രാർത്ഥനാ സമാജം ആത്മറാം പാണ്ഡുരംഗാണ് സ്ഥാപിച്ചത്. വർഷം ഒന്ന് ഓർത്തിരിക്കണം. ഏതാണ് വർഷം? 1867 കേട്ടോ. 1867 പ്രാർത്ഥനാ സമാജം ആത്മറാം പാണ്ഡുരംഗ് സ്ഥാപിക്കുന്നത്. അലിഗഡ് സൊസൈറ്റിയോ? അത് 1875 സർ സയ്യിദ് അഹമ്മദ് ഖാൻ സ്ഥാപിച്ചതാണ്. 1875 അലിഗഡ് സൊസൈറ്റി എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? ആ ഭാഗമൊക്കെ ഒന്ന് ഓടിച്ചു വന്നില്ലേ നമ്മൾ? പാലക്കാട് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത. ഏതാണ്? ഓപ്ഷൻ സി NH 544 കേട്ടോ. NH 544 പാലക്കാട് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത കേട്ടോ. ഇമ്പോർട്ടൻ്റ് ആണ്. പാലക്കാട് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത ഏതാണ്? NH 544. എന്നാൽ NH 85 ഏത് ചുരത്തിലൂടെയാണ് കടന്നു പോകുന്നത്? ബോഡി നായിക്കന്നൂരാണ് കേട്ടോ. ബോഡി നായിക്കന്നൂർ ചുരത്തിലൂടെയാണ് ഇത് കടന്നു പോകുന്നത്? NH 85. NH 85 ബോഡി നായിക്കന്നൂർ. 85 ബോഡിക്ക് നായ്ക്കൾ കാവലിരുന്നു, അങ്ങനെയൊക്കെ ആലോചിക്കാം കേട്ടോ. 85 ബോഡിക്ക് നായ്ക്കൾ കാവലിരുന്നു എന്ന് ആലോചിക്കാം കേട്ടോ. അപ്പോൾ NH 85 ബോഡി നായിക്കന്നൂർ ചുരത്തിലൂടെ കടന്നു പോകുന്നു. 744 ആര്യങ്കാവ് ചുരത്തിലൂടെയാണ് കേട്ടോ. ആര്യങ്കാവ് ചുരത്തിലൂടെ കടന്നു പോകുന്നതാണ് NH 744. ആര്യങ്കാവ് ചുരത്തിലൂടെ NH 744 ആര്യങ്കാവ് ചുരം. 744 ആര്യങ്കാവ് ചുരം. 766 വയനാട് ചുരത്തിലൂടെ കടന്നു പോകുന്നതാണ് കേട്ടോ. വയനാട് ചുരത്തിലൂടെ കടന്നു പോകുന്നതാണ് 766 എന്ന് പറയുന്നത്. പാലക്കാട് ചുരത്തിലൂടെ NH 544. അതുപോലെ തന്നെ ബോഡി നായിക്കന്നൂർ NH 85. അതുപോലെ തന്നെ NH 744 ഏതിലൂടെയാണ് കടന്നു പോകുന്നത്? ആര്യങ്കാവ് ചുരത്തിലൂടെ കടന്നു പോകുന്നു. NH 766 വയനാട് ചുരത്തിലൂടെ കടന്നു പോകുന്നു. സെറ്റല്ലേ? ഇനി ഇവിടെ നമ്മുടെ കേരളത്തിലെ തന്നെ ചുരങ്ങൾ ചോദിക്കാറുണ്ട്. ബന്ധിപ്പിക്കുന്ന സ്ഥലം ചുരങ്ങൾ ചോദിക്കാറുണ്ട്. നമ്മൾ അതും കൂടെ ഈ ഒരു ഭാഗമായിട്ട് ബന്ധപ്പെട്ടിട്ട് നോക്കാം കേട്ടോ. ആര്യങ്കാവ് ചുരം എവിടുന്നാണ് ബന്ധിപ്പിക്കുന്നത്? ആര്യങ്കാവ് പുനലൂർ ടു ചെങ്കോട്ടയാണ് കേട്ടോ. പുനലൂർ ടു ചെങ്കോട്ട. ആര്യങ്കാവ് എങ്ങോട്ടാണ്? പുനലൂർ ടു ചെങ്കോട്ട. ആര്യങ്കാവ് പുനലൂർ ടു ചെങ്കോട്ട. ആര്യപ്പൂവ് ചോദിച്ചു എന്നൊക്കെ പഠിക്കാം കേട്ടോ. ആര്യ പുനലൂർ ചെങ്കോട്ട. പുനലൂർ ടു ചെങ്കോട്ട ആര്യപ്പൂവ് ചോദിച്ചു. അടുത്തതാണ് പാൽ ചുരം ബന്ധിപ്പിക്കുന്നത് വയനാടിനെ കണ്ണൂരുമായിട്ടാണ് കേട്ടോ. വയനാടിനെ കണ്ണൂരുമായിട്ടാണ് കേട്ടോ. നമ്മൾ പാല് കുടിക്കുന്നത് വായിൽ വെച്ചിട്ടല്ലേ, അപ്പോൾ കണ്ണിൻ്റെ ഭാഗത്തല്ലേ വായ വരണത്. അങ്ങനെയൊക്കെ ആലോചിച്ചിട്ട് നോക്കാം കേട്ടോ. പാൽ ചുരം വയനാട് ടു കണ്ണൂർ. പാല് വായയ്ക്ക് വെച്ച് വായുടെ അടുത്താണ് കണ്ണ്. പാൽ ചുരം വയനാട് ടു കണ്ണൂർ. ഇനി അടുത്തതാണ് പെരിയ ചുരം കിട്ടിയോ? മാനന്തവാടിനെ മൈസൂരുമായിട്ടാണ് കേട്ടോ. പെരിയ ചുരം മാനന്തവാടിനെ മൈസൂരുമായിട്ടാണ് ബന്ധിപ്പിക്കുന്നത്. പെരിയ ചുരം മാനന്തവാടിനെ മൈസൂരുമായിട്ടാണ് ബന്ധിപ്പിക്കുന്നത്. പാലക്കാട് ചുരോ അറിയാലോ അല്ലേ? പാലക്കാട് ടു കോയമ്പത്തൂർ. പേരമ്പാടി ചുരം എവിടെയാണ്?
കണ്ണൂർ ടു കൂർഗാണ് കേട്ടോ, ചോദിച്ചിട്ടുണ്ട് കേട്ടോ. പേരമ്പാടി കണ്ണൂർ ടു കൂർഗാണ് പേരമ്പാടി ചുരം ബന്ധിപ്പിക്കുന്നത് കണ്ണൂരിൽ നിന്ന് കൂർഗിനെയാണ് കേട്ടോ. അടുത്തതാണ് ബോഡി നായ്ക്കന്നൂർ. നമ്മളിപ്പോൾ പറഞ്ഞു അല്ലേ, ബോഡി നായ്ക്കന്നൂരിലെ ഇവിടുന്ന് കടന്നു പോകുന്ന ദേശീയപാത ഏതാണ്? 85 അല്ലേ. എന്നാൽ പറയൂ, നമ്മുടെ ബോഡി നായ്ക്കന്നൂർ ചുരം എവിടെയാണ് ബന്ധിപ്പിക്കുന്നത്? ഇടുക്കീനെ മധുരയ്ക്കാട്ടോ ബന്ധിപ്പിക്കുന്നത്. ഇടുക്കീനെ മധുരയ്ക്കാണ് ബന്ധിപ്പിക്കുന്നത്. ബോഡി നായ്ക്കന്നൂർ ഇടുക്കീനെ മധുരയ്ക്കാണ് കേട്ടോ. ഇനി അതുപോലെ തന്നെ ആരുവാമൊഴി തിരുവനന്തപുരം ടു തിരുനെൽവേലി. തിരുവല്ലേ, തിരുവനന്തപുരം ടു തിരുനെൽവേലി. ഈ ആരുവാമൊഴിക്കൊരു പ്രത്യേകതയുണ്ട്. നമ്മുടെ കേരളത്തിലെ തെക്കേ അറ്റത്തെ ചുരമാണ് കേട്ടോ. കേരളത്തിലെ തെക്കേ അറ്റത്തെ ചുരം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? ആരുവാമൊഴിയാണ് കേട്ടോ. കേരളത്തിലെ തെക്ക് താഴേന്ന് പിടിച്ചാൽ മതി. അപ്പോൾ താഴെ കിടക്കുന്നത് ഏതാണ് ചുരം? ആരുവാമൊഴിയാണ് കേട്ടോ. ആരുവാമൊഴി. പേരമ്പാടി എവിടെയായിരുന്നു? പേരമ്പാടി കണ്ണൂർ ടു കൂർഗാണ് കേട്ടോ. പേരമ്പാടി കണ്ണൂർ ടു കൂർഗ്. പാൽച്ചുരം വയനാട് ടു കണ്ണൂർ. ആര്യങ്കാവ് പുനലൂർ ടു ചെങ്കോട്ട. ഇത്രയും ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ നമ്മുടെ നാഷണൽ ഹൈവേ നോക്കി, നമ്മൾ ചുരവും നോക്കി. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? കേരളത്തിൽ നിന്നും ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യത്തെ വനിതാ കായിക താരം. കേരളത്തിൽ നിന്നും ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യത്തെ വനിതാ കായിക താരം ആരാണ്? ഓപ്ഷൻ ബി PT ഉഷയാണ് അല്ലേ. കേരളത്തിൽ നിന്നും ഒളിമ്പിക്സിൽ പങ്കെടുത്തിട്ടുള്ള ആദ്യത്തെ വനിതാ കായിക താരം ആരാണ്? PT ഉഷയാണ്. ഒളിമ്പിക്സിൽ ഫൈനലിലെത്തിയ ആദ്യ ഇന്ത്യൻ വനിത ആരാണെന്ന് ചോദിച്ചാൽ ആര് തന്നെയാണ്? PT ഉഷയാണ് കേട്ടോ. ഒളിമ്പിക്സിൽ ഫൈനലിലെത്തിയ ആദ്യ ഇന്ത്യൻ വനിതയും കേരളത്തിൽ നിന്ന് ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യത്തെ വനിതയും ആര് തന്നെയാണ്? PT ഉഷയാണ്. അതുപോലെ തന്നെ ചോദിക്കാറുണ്ട് കേട്ടോ, നമ്മുടെ അഞ്ജു ബോബി ജോർജിൻ്റെ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. എന്താണ്? ലോക അത്ലറ്റിക് ഫൈനൽ മത്സരത്തിൽ ഗോൾഡ് മെഡൽ നേടുന്ന ആദ്യത്തെ ഇന്ത്യൻ അത്ലറ്റാണ് ആര് എന്ന് പറയുന്നത്? അഞ്ജു ബോബി ജോർജ് കേട്ടോ. ലോക അത്ലറ്റിൽ ഫൈനൽ മത്സരത്തിൽ ഗോൾഡ് മെഡൽ നേടുന്ന ആദ്യത്തെ ഇന്ത്യൻ അത്ലറ്റ് ആരാണെന്ന് ചോദിച്ചാൽ അതാരാണ്? നമ്മളുടെ അഞ്ജു ബോബി ജോർജാണ്. എന്നാൽ ഒളിമ്പിക്സ് അത്ലറ്റിക്സിൻ്റെ ഫൈനലിലെത്തിയ ആദ്യത്തെ ഇന്ത്യൻ വനിത ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? അത് അഞ്ജു ബോബി ജോർജ് ആണോ? അല്ല, MD വത്സമ്മയാണ് കേട്ടോ. MD വത്സമ്മയാണ് നമ്മുടെ ഒളിമ്പിക്സിലെ അത്ലറ്റിക്സിൻ്റെ ഫൈനലിൽ എത്തുന്ന ആദ്യത്തെ ഇന്ത്യൻ വനിത. ഒളിമ്പിക്സ് അത്ലറ്റിക്സിൽ ഫൈനലിലെത്തിയ ആദ്യത്തെ ഇന്ത്യൻ വനിത ആരാണ്? MD വത്സമ്മയാണ് കേട്ടോ. എന്നാൽ ഞാനൊരു ചോദ്യം കൂടെ ചോദിക്കാം. റിപ്പീറ്റായിട്ട് വന്നൊരു ക്വസ്റ്റ്യൻ ആണ്. ഒരു ഒളിമ്പിക്സിൽ 2 തവണ മെഡലുകൾ നേടിയ ആദ്യത്തെ ഇന്ത്യൻ വനിത. ഒറ്റ ഒളിമ്പിക്സിൽ തന്നെ 2 മെഡലുകൾ നേടിയ ആദ്യത്തെ ഇന്ത്യൻ വനിത ആരാണ്? അറിഞ്ഞിരിക്കണം എന്തായാലും. മനു ബാക്കറാണ് കേട്ടോ. മനു ബാക്കറാണ്. 2-3 തവണ PSC ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഒറ്റ ഒളിമ്പിക്സിൽ തന്നെ 2 മെഡലുകൾ നേടിയ ആദ്യത്തെ ഇന്ത്യൻ വനിത ആരാണെന്ന് ചോദിച്ചാൽ അതാരാണ്? മനു ബാക്കറാണ്. കായിക കേരളത്തിൻ്റെ പിതാവ് ആരാണ്? ചോദിച്ചിട്ടുണ്ട്. ആരാണ്? ഗോദവർമ്മ രാജയാണ്. കായിക കേരളത്തിൻ്റെ പിതാവ് ആരാണ്? ഗോദവർമ്മ രാജ. സംസ്ഥാന കായിക ദിനം എന്നാണ്? ഒക്ടോബർ 13 ആണല്ലേ. അദ്ദേഹത്തിൻ്റെ ജന്മദിനമാണ് ഒക്ടോബർ 13 അല്ലേ. ഇദ്ദേഹത്തെക്കുറിച്ചും ഒരു തവണ പ്രിലിംസിന് സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പിൽ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അറിഞ്ഞിരിക്കുക, അദ്ദേഹത്തിൻ്റെ ജന്മദിനമാണ് സംസ്ഥാന കായിക ദിനമായി ആചരിക്കുന്നത്. അതുപോലെ തന്നെ കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിൽ ആദ്യ പ്രസിഡന്റ് ആരാണ്? ഗോദവർമ്മ രാജ. KSSCൻ്റെ ആദ്യത്തെ പ്രസിഡന്റ് ആരാണെന്ന് ചോദിച്ചാൽ അതാരാണ്? ഗോദവർമ്മ രാജയാണ് കേട്ടോ. അതേപോലെ തന്നെ BCCIൽ അംഗമായ ആദ്യത്തെ കേരളീയനും ആര് തന്നെയാണ്? ഗോദവർമ്മ രാജയാണ്. അപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞത്? കായിക കേരളത്തിൻ്റെ പിതാവാണ് ഗോദവർമ്മ രാജ. അതുപോലെ തന്നെ ഒക്ടോബർ 13 അദ്ദേഹത്തിൻ്റെ ജന്മദിനം എങ്ങനെ ആഘോഷിക്കുന്നു? സംസ്ഥാന കായിക ദിനമായിട്ട് ആചരിക്കുന്നുണ്ട്. നമ്മുടെ കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലിൻ്റെ ആദ്യത്തെ പ്രസിഡൻ്റാണ്. BCCIൽ അംഗമായ ആദ്യത്തെ കേരളീയനും ആര് തന്നെയാണ്? ഗോദവർമ്മ രാജയാണ്. ഒരു ഒളിമ്പിക്സിൽ തന്നെ 2 മെഡലുകൾ നേടിയ ആദ്യത്തെ ഇന്ത്യൻ വനിത ആരാണ്? മനു ബാക്കറാണ്. ഒളിമ്പിക്സിൽ അത്ലറ്റിക്സിൽ ഫൈനലിലെത്തിയ ആദ്യത്തെ ഇന്ത്യൻ വനിത ആരാണെന്ന് ചോദിച്ചാൽ അതാരാണ്? MD വത്സമ്മയാണ്. ഈ വക ക്വസ്റ്റ്യൻസൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ.
അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. വെട്ടത്ത് സമ്പ്രദായം എന്ന് ആദ്യകാലത്ത് അറിയപ്പെട്ടിരുന്ന കലാരൂപം. വെട്ടത്ത് സമ്പ്രദായം എന്ന് ആദ്യകാലത്ത് അറിയപ്പെട്ടിരുന്ന കലാരൂപം ഏതാണ്? കഥകളിയാണ് അല്ലേ. കഥകളി എങ്ങനെയാണ് ആദ്യകാലത്ത് അറിയപ്പെട്ടിരുന്നത്? വെട്ടത്ത് സമ്പ്രദായം എന്നാണ് അല്ലേ. വേറെ എങ്ങനെ പേരിൽ അറിയപ്പെടുന്നുണ്ട്? ടോട്ടൽ തിയേറ്റർ അല്ലേ. ടോട്ടൽ തിയേറ്റർ എന്നറിയപ്പെടുന്ന കലാരൂപം ഏത് തന്നെയാണ്? കഥകളിയാണ്. ടോട്ടൽ തിയേറ്റർ എന്നറിയപ്പെടുന്നത് ഏതാണ്? കഥകളിയാണ്. കഥകളി സംഗീതത്തിന് ഉപയോഗിക്കുന്ന പ്രധാന വാദ്യോപകരണങ്ങൾ ഏതൊക്കെയാണ്? ചോദിക്കാറുണ്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ. ഏതൊക്കെയാണ്? ചെണ്ട, പിന്നെ ഏതാണ്? മദ്ദളം, ഇലത്താളം, പിന്നെ ഏതൊക്കെയാണ്? പറയൂ. ചേങ്ങില, ഇടയ്ക്ക. ഏതൊക്കെയാണ്? ചെണ്ട, മദ്ദളം, ഇലത്താളം, ചേങ്ങില, ഇടയ്ക്ക. ഇത്രയുമാണ് നമ്മളുടെ കഥകളി സംഗീതത്തിന് ഉപയോഗിക്കുന്ന പ്രധാന വാദ്യോപകരണങ്ങൾ എന്ന് പറയുന്നത് കേട്ടോ. പഠിക്കണേ. അതേപോലെ തന്നെ കഥകളിയുടെ ആദ്യ ചടങ്ങ് എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? എന്ത് പേരിലാണ്? കേളികൊട്ട്. കേളികൊട്ട് എന്തിൻ്റെ ആദ്യ ചടങ്ങാണ്? കഥകളിയുടെ ആദ്യ ചടങ്ങിനെ എന്ത് പറയുന്നു? കേളികൊട്ട് എന്നാണ് പറയുന്നത്. അവസാനിപ്പിക്കുന്ന ചടങ്ങും ചോദിക്കാറുണ്ട്. ധനാശി എന്നാണ് കേട്ടോ. ധനാശി നമ്മൾ മലയാളത്തിൽ പഠിക്കില്ലേ, നമ്മുടെ ശൈലികളിൽ ധനാശി പാടുക എന്ന് പറയില്ല. എന്താണ്? അവസാനിപ്പിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. അത് തന്നെയാണ് ഇവിടെ പറയുന്നത്, ധനാശി. അതായത് നമ്മുടെ കഥകളി അവസാനിപ്പിക്കുന്ന ചടങ്ങിനെ എന്ത് പറയുന്നു? ധനാശി എന്നും. ആരംഭിക്കുന്ന ചടങ്ങ്, ആദ്യ ചടങ്ങ് ഏതാണ്? കേളികൊട്ടാണ് കേട്ടോ. കേളികൊട്ടാണ്. കഥകളിയുടെ ഉപജ്ഞാതാവ് ആരാണ്? കോട്ടയത്ത് തമ്പുരാനാണ് കേട്ടോ. കോട്ടയത്ത് തമ്പുരാനാണ് കഥകളിയുടെ ഉപജ്ഞാതാവ്. കോട്ടയത്ത് തമ്പുരാൻ. അപ്പോൾ വെട്ടത്ത് സമ്പ്രദായം എന്നറിയപ്പെടുന്ന ഏതായിരുന്നു? കഥകളിയായിരുന്നു അല്ലേ. ടോട്ടൽ തിയേറ്റർ എന്നറിയപ്പെടുന്ന കലാരൂപം കൂടിയാണ് കഥകളി എന്ന് പറയുന്നത് അല്ലേ. ആദ്യ ചടങ്ങ് ഏതാണ്? കേളികൊട്ടാണ്. അവസാനിപ്പിക്കുന്ന ചടങ്ങ് ഏതാണ്? ധനാശിയാണ്. പിന്നെന്താണ്? വാദ്യോപകരണങ്ങൾ അറിഞ്ഞിരിക്കണം ഏതൊക്കെയാണ്? ചെണ്ട, മദ്ദളം, പിന്നെ ഏതാണ്? ഇലത്താളം, അതുപോലെ തന്നെ ചേങ്ങില, പിന്നെന്താണ്? ഇടയ്ക്ക. ആരാണ് കഥകളിയുടെ ഉപജ്ഞാതാവ്? കോട്ടയത്ത് തമ്പുരാനാണ്. കേരളത്തിൻ്റെ തനത് കലാരൂപം ഏതാണ്? കേരളത്തിൻ്റെ തനത് കലാരൂപം ഏതാണ്? മോഹിനിയാട്ടമാണല്ലേ. എല്ലാവർക്കും അറിയാം. കേരളത്തിൻ്റെ തനത് കലാരൂപം ഏതാണ്? മോഹിനിയാട്ടമാണ്. കേരളത്തിൽ തന്നെ ഉത്ഭവിച്ച കലാരൂപമാണ് മോഹിനിയാട്ടം എന്ന് പറയുന്നത് അല്ലേ. മോഹിനിയാട്ടത്തിൻ്റെ മാതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്, ചോദിച്ചിട്ടുണ്ട്. ആരാണ്? കല്യാണിക്കുട്ടിയമ്മയാണ് കേട്ടോ. കല്യാണിക്കുട്ടിയമ്മയാണ് മോഹിനിയാട്ടത്തിൻ്റെ മാതാവ് എന്ന് പറയുന്നത് കേട്ടോ. അതുപോലെ തന്നെ വന്നൊരു ക്വസ്റ്റ്യനാണ്, മോഹിനിയാട്ടത്തിൻ്റെ പ്രമാണമായി കണക്കാക്കപ്പെടുന്ന കൃതി ഏതാണെന്ന്. മോഹിനിയാട്ടത്തിൻ്റെ പ്രമാണമായി കണക്കാക്കപ്പെടുന്ന കൃതി ഏതാണ്? അത് മഴമംഗലം നാരായണ നമ്പൂതിരി എഴുതിയിട്ടുള്ള വ്യവഹാരമാലയാണ് കേട്ടോ. വ്യവഹാരമാല. ആരാണ് എഴുതിയത്? മഴമംഗലത്ത് നാരായണൻ നമ്പൂതിരിയാണ് കേട്ടോ എഴുതിയിരിക്കുന്നത് വ്യവഹാരമാല. നമ്മുടെ മോഹിനിയാട്ടത്തിൻ്റെ പ്രമാണമായി കണക്കാക്കപ്പെടുന്ന കൃതിയാണ് വ്യവഹാരമാല എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ ഈ ഭാഗത്തു നിന്ന് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യനാണ്, യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയ ആദ്യ ഭാരതീയ നൃത്തരൂപം ഏതെന്ന്. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ആദ്യത്തെ ഭാരതീയ നൃത്തരൂപം ഏതാണ്? കൂടിയാട്ടമാണ് അല്ലേ. നമ്മുടെ ഇപ്പോഴും നിലനിൽക്കുന്ന ഏക പ്രാചീന സംസ്കൃത നാടകരൂപം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? കൂടിയാട്ടമാണ് കേട്ടോ. ഇത് അവതരിപ്പിക്കുന്നത് ചാക്യാറാണ് കേട്ടോ. പുരുഷ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് ചാക്യാറാണ്. സ്ത്രീ കഥാപാത്രമാണെങ്കിൽ അതിന് നങ്ങ്യാർ എന്ന പേരാണ് കേട്ടോ അറിയപ്പെടുന്നത്. ചാക്യാർ, നങ്ങ്യാർ കേട്ടോ. ഇപ്പോഴും നിലനിൽക്കുന്ന ഏക പ്രാചീന സംസ്കൃത നാടകരൂപമാണ്. അതുപോലെ തന്നെ യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ആദ്യത്തെ ഭാരതീയ നൃത്തരൂപം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? കൂടിയാട്ടമാണ്. കൂടിയാട്ടത്തിന് ഉപയോഗിക്കുന്ന വാദ്യോപകരണം ഏതാണ്? മിഴാവ്. കൂടിയാട്ടത്തിന് ഉപയോഗിക്കുന്ന വാദ്യോപകരണം ഏതാണ്? മിഴാവാണ്. കൂടിയാട്ടത്തിൻ്റെ കുലപതി എന്നറിയപ്പെടുന്നത് ആരാണ്? അമ്മന്നൂർ മാധവ ചാക്യാർ. അതൊക്കെ ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. അമ്മന്നൂർ മാധവ ചാക്യാർ എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? കൂടിയാട്ടവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു അല്ലേ. കൂടിയാട്ടത്തിൻ്റെ കുലപതി എന്നറിയപ്പെടുന്നത് ആരാണ്? അമ്മന്നൂർ മാധവ ചാക്യാറാണ് അല്ലേ. ഇനി അടുത്തതാണ് പാവങ്ങളുടെ കഥകളി എന്നറിയപ്പെടുന്ന ഓട്ടൻതുള്ളൽ. നമ്മൾ അറിഞ്ഞിരിക്കണം ഈ ഭാഗത്തുനിന്ന്. പാവങ്ങളുടെ കഥകളി എന്നറിയപ്പെടുന്നത് ഏതാണ്? ഓട്ടൻതുള്ളലാണ്. ഓട്ടൻതുള്ളൽ എങ്ങനെ അറിയപ്പെടുന്നു? പാവങ്ങളുടെ കഥകളി എന്ന് അറിയപ്പെടുന്നു അല്ലേ. തുള്ളൽ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണ്?
കുഞ്ചൻ നമ്പ്യാരാണ് അല്ലേ? കുഞ്ചൻ നമ്പ്യാരാണ് തുള്ളൽ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ് എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ ഓട്ടംതുള്ളൽ എങ്ങനെയാണ് അറിയപ്പെടുന്നത്? പാവങ്ങളുടെ കഥകളി എന്നറിയപ്പെടുന്നത് ഏതാണ്? ഓട്ടംതുള്ളലാണ്. ഗുരു ഗോപിനാഥ് കേട്ടിട്ടുണ്ടോ? ഗുരു ഗോപിനാഥ് കേരള നടനത്തിൻ്റെ സൃഷ്ടാവാണ് ഗുരു ഗോപിനാഥ് കേട്ടോ. കേരള നടനം ചോദിച്ചിട്ടുണ്ട്, 2-3 ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. കേരള നടനത്തിൻ്റെ സൃഷ്ടാവ് ആരാണ്? ഗുരു ഗോപിനാഥാണ്. ഗുരു ഗോപിനാഥാണ്. ഇനി ഗുരു ഗോപിനാഥ് നടന ഗ്രാമം ചോദിക്കാം. അതെവിടെയാണ്? വട്ടിയൂർക്കാവാണ് കേട്ടോ. കേരള നടനത്തിൻ്റെ സൃഷ്ടാവ് ആരാണ്? ഗുരു ഗോപിനാഥാണ്. ഗുരു ഗോപിനാഥ് നടന ഗ്രാമം ഇവിടെ സ്ഥിതി ചെയ്യുമെന്ന് ചോദിച്ചാൽ എവിടെയാണ്? വട്ടിയൂർക്കാവാണ്. ചോദിച്ചതാണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ ഒരു കാര്യം കൂടെ അറിഞ്ഞിരിക്കുക. തെയ്യത്തിൻ്റെ പ്രാഥമിക ചടങ്ങിനെ പറയുന്ന പേര് ഏതാണ്? തെയ്യം തോറ്റം എന്നാണ് കേട്ടോ. തെയ്യം തോറ്റം. തെയ്യത്തിൻ്റെ ആദ്യ ചടങ്ങ്, അതായത് പ്രാഥമിക ചടങ്ങ്, ഈ ചടങ്ങ് ഏത് പേരിൽ അറിയപ്പെടുന്നു? തോറ്റം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ മുന്നേ ചോദിച്ചിട്ടുള്ളതാണ് P.K. കാളൻ ഏത് കലാരൂപവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? P.K. കാളൻ ഏതാണ്? ഗദ്ദികയാണ് കേട്ടോ. ഗദ്ദിക നമ്മുടെ വയനാട്ടിലെ ഗോത്രവർഗ്ഗക്കാർക്കിടയിൽ നടക്കുന്ന ഒരു ചടങ്ങാണ് ഗദ്ദിക എന്ന് പറയുന്നത്. അതിലെ പ്രശസ്ത ഗദ്ദിക കലാകാരനാണ് P.K. കാളൻ എന്ന് പറയുന്നത് കേട്ടോ. P.K. കാളൻ എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഗദ്ദികയുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് കേട്ടോ. ക്വസ്റ്റ്യൻ വന്നതാണ്. പിന്നീട് വന്നിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്, കേരളത്തിൽ യക്ഷഗാനം പ്രചാരത്തിലുള്ള ജില്ല ഏത്? കേരളത്തിൽ യക്ഷഗാനം പ്രചാരത്തിലുള്ള ജില്ല ഏതാണ്? കാസർഗോഡാണ് കേരളത്തിൽ എന്തുള്ളത്? യക്ഷഗാനം കാസർഗോഡാണ് കേരളത്തിൽ യക്ഷഗാനം പ്രചാരത്തിലുള്ള ജില്ല എന്ന് പറയുന്നത് കേട്ടോ. നമ്മുടെ കർണാടകയുടെ ഒരു പ്രധാന നൃത്തരൂപമാണ് എന്ത് പറയുന്നത്? ഈ യക്ഷഗാനം എന്ന് പറയുന്നത് കേട്ടോ. കർണാടകയുടെ പ്രധാന രൂപമാണ് യക്ഷഗാനം എന്ന് പറയുന്നത്. ഈ ബയലാട്ടം എന്ന പേരിൽ അറിയപ്പെടുന്നതും യക്ഷഗാനമാണ് കേട്ടോ. രണ്ടും ഒന്ന് തന്നെയാണ്. ബയലാട്ടം എന്ന പേരിൽ അറിയപ്പെടുന്നത് എന്ത് തന്നെയാണ്? യക്ഷഗാനം തന്നെയാണ് കേട്ടോ. കർണാടകയുടെ പ്രധാന നൃത്തരൂപമാണ്. കേരളത്തിൽ യക്ഷഗാനം പ്രചാരത്തിലുള്ള ജില്ല ഏതാണ്? കാസർഗോഡാണ്. ബയലാട്ടം എന്നറിയപ്പെടുന്നത് എന്ത് തന്നെയാണ്? യക്ഷഗാനമാണ്. പടയണിയിൽ ഉപയോഗിക്കുന്ന വാദ്യത്തിൻ്റെ പേര്. പടയണിയിൽ ഉപയോഗിക്കുന്ന എന്താണ്? വാദ്യോപകരണത്തിൻ്റെ പേര് എന്താണ്? പടയണി. തപ്പാണ് കേട്ടോ. തപ്പ്. പടയണിയിൽ ഉപയോഗിക്കുന്നതാണ് തപ്പ്. കൂടിയാട്ടത്തിൽ ഉപയോഗിക്കുന്ന നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, എന്താണത്? മിഴാവാണ് കേട്ടോ. കൂടിയാട്ടത്തിൽ മിഴാവ്, പടയണിയിൽ തപ്പാണ് കേട്ടോ. പടയണിയിൽ തപ്പ്. യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഇടം നേടിയിട്ടുള്ള ആദ്യത്തെ കലാരൂപം നൃത്തരൂപം ഏതായിരുന്നു? അത് കൂടിയാട്ടമാണ്. കൂടിയാട്ടം ഫസ്റ്റ്. ഇനി രണ്ടാമത് യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ കലാരൂപം ഏതാണ്? മുടിയേറ്റാണ് കേട്ടോ. മുടിയേറ്റ്. ഇത് രണ്ടും ചോദിച്ചിട്ടുണ്ട് കേട്ടോ. മുടിയേറ്റും ചോദിച്ചിട്ടുണ്ട്, കൂടിയാട്ടവും ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ആദ്യത്തെ യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ആദ്യത്തെ നൃത്തരൂപം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഏതാണ്? കൂടിയാട്ടമാണ്. രണ്ടാമത്തെ ഏതാണെന്ന് ചോദിച്ചാൽ അത് ഏതാണ്? മുടിയേറ്റാണ് കേട്ടോ. രണ്ടാമത്തെ മുടിയേറ്റാണ്. ഇനി ഈ ഭാഗവുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നത് തന്നെയാണ് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ കേരള കലാമണ്ഡലത്തിന് കൽപ്പിത സർവകലാശാല പദവി ലഭിച്ച വർഷം. കേരള കലാമണ്ഡലത്തിന് കൽപ്പിത സർവകലാശാല പദവി ലഭിച്ച വർഷം എത്രയാണ്? 2007 ആണ് കേട്ടോ. 2007 കേരള കലാമണ്ഡലത്തിന് കൽപ്പിത സർവകലാശാല പദവി ലഭിക്കുന്നത് കേട്ടോ. എന്നാണ് കേരള കലാമണ്ഡലം രൂപീകരിച്ചത്? 1930 നവംബർ 9 കേട്ടോ. ഡേറ്റ് ഓർത്തിരിക്കുന്നത് 1930 നവംബർ 9 കേട്ടോ. എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? തൃശ്ശൂർ ചെറുതുരുത്തിയിലാണ് കേട്ടോ കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ കേരള കലാമണ്ഡലത്തിന് കൽപ്പിത സർവകലാശാല ലഭിച്ച വർഷം എത്രയാണ്? 2007 ഓർത്ത് വയ്ക്കുക. കേരള സാഹിത്യ അക്കാദമിയുടെ ആസ്ഥാനം എവിടെയാണ്? കേരള സാഹിത്യ അക്കാദമി എവിടെയാണ്? തൃശ്ശൂരാണ് കേട്ടോ. തൃശ്ശൂരാണ് കേരള സാഹിത്യ അക്കാദമിയുടെ ആസ്ഥാനം. എവിടെയാണ്? തൃശ്ശൂർ. കേരള സംഗീത നാടക അക്കാദമിയുടെയോ? അതും തൃശ്ശൂർ തന്നെയാണ് കേട്ടോ. കേരള സംഗീത നാടക അക്കാദമിയുടെയും ആസ്ഥാനം ഇവിടെ തന്നെയാണ്, തൃശ്ശൂരാണ്. ഈ കേരള സംഗീത നാടക അക്കാദമിയുടെ പ്രധാന പ്രസിദ്ധീകരണമുണ്ട്, ചോദിക്കാറുണ്ട്. കേളിയാണ് കേട്ടോ. കേളി. കേരള സംഗീത നാടക
അക്കാദമിയുടെ പ്രധാന പ്രസിദ്ധീകരണം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? കേളിയാണ്. കേളി ഓർത്തിരിക്കുക കേട്ടോ. ഇനി കേരള ലളിതകലാ അക്കാദമിയുടെ ആസ്ഥാനം എവിടെയാണ്? അതും തൃശ്ശൂരാണ് കേട്ടോ. കേരള ലളിതകലാ അക്കാദമി വന്ന വർഷം ഒന്ന് ഓർത്തിരിക്കുക, 1962 കേട്ടോ. തൃശ്ശൂർ ആസ്ഥാനമായിട്ട് കേരള ലളിതകലാ അക്കാദമി വന്നത് കേട്ടോ. ഇനി അതേപോലെ തന്നെ നമ്മുടെ SCERT കിടക്കുന്നുണ്ട് TK പത്മിനി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പേര്. TK പത്മിനി അതാരാണെന്നറിയോ? അത് കേരള ചിത്രകലാ ചരിത്രത്തിലെ ഏകാന്ത വിസ്മയം എന്നറിയപ്പെടുന്ന ചിത്രകാരിയാണ് TK പത്മിനി. നമ്മുടെ SCERT കിടക്കുന്നുണ്ട്, പഠിക്കണേ. കേരള ചിത്രകലാ ചരിത്രത്തിലെ ഏകാന്ത വിസ്മയം എന്നറിയപ്പെടുന്ന ചിത്രകാരി ആരാണ്? TK പത്മിനിയാണ് കേട്ടോ. TK പത്മിനി. എന്നാൽ ഒന്നും കൂടെ ഓർത്തിരിക്കുക, കേരളത്തിലെ ആധുനിക ചിത്രകലയുടെ പിതാവ് ആരാണ്? KCS പണിക്കരാണ്. അതൊക്കെ എല്ലാവർക്കും അറിയാം അല്ലേ? KCS പണിക്കരെ കുറിച്ച്. കേരള ആധുനിക ചിത്രകലയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? KCS പണിക്കറാണ്. TK പത്മിനി ഇമ്പോർട്ടൻ്റ് ആണ്. കേരള ചിത്രകലാ ചരിത്രത്തിലെ ഏകാന്ത വിസ്മയം എന്നറിയപ്പെടുന്ന ചിത്രകാരിയാണ് ആരെന്ന് പറയുന്നത്? TK പത്മിനി എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഏതാണ്? ഇടുക്കിയാണ് അല്ലേ? കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഏതാണ്? ഇടുക്കിയാണ്. ഏറ്റവും ചെറിയ ജില്ല ഏതാണ്? ആലപ്പുഴയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഇടുക്കി ആയിട്ടുണ്ട്. ചെറിയ ജില്ല ഏതാണ്? ആലപ്പുഴ. ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള കേരളത്തിലെ ജില്ല എന്നാണ് കേട്ടോ. കടൽത്തീരമുള്ള കേരളത്തിലെ ജില്ല ഏതാണ്? ഓപ്ഷൻ സി കണ്ണൂരാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള ജില്ല ഏതാണ്? കണ്ണൂരാണ്. കേരളത്തിൽ കടൽത്തീരമുള്ള ജില്ലകളുടെ എണ്ണം എത്രയാണ്? 9 കേരളത്തിൽ കടൽത്തീരമുള്ള ജില്ലകളുടെ എണ്ണം 9. കേരളത്തിൽ കടൽത്തീരം ഇല്ലാത്ത ജില്ലകളാണെങ്കിലോ 5. ഇത് പഠിച്ചു വെക്കണേ. 9ഉം 5ഉം നിർബന്ധമായിട്ടും പഠിച്ചു വെക്കണേ. ഏതൊക്കെയാണ് ഇല്ലാത്തത്? പത്തനംതിട്ട, അതുപോലെ തന്നെ കോട്ടയം, പിന്നെ ഇടുക്കി, പിന്നെ പാലക്കാട്, വയനാട്. ഈ 5 ജില്ലകളിലാണ് എന്തില്ലാത്തത്? കടൽത്തീരമില്ലാത്തത് കേട്ടോ. ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ ചേരാത്തത് എന്നൊക്കെ ചോദിച്ചിട്ട് വന്നിട്ടുണ്ട്. ഏറ്റവും കുറവ് കടൽത്തീരം എവിടെയാണുള്ളത്? കൊല്ലത്താണ് കേട്ടോ. ഏറ്റവും കുറവ് കടൽത്തീരം എവിടെയാണുള്ളത്? കൊല്ലത്താണ്. ഇനി ഈ ഭാഗത്തുനിന്ന് ചോദിക്കാം, കേരളത്തിൽ കടൽത്തീരമില്ലാത്ത ഏക കോർപ്പറേഷൻ ഏതാണ്? തൃശ്ശൂരാണ് കേട്ടോ. അതവിടെ ഉണ്ട്. കേരളത്തിൽ കടൽത്തീരമില്ലാത്ത ഏക കോർപ്പറേഷൻ ഏതാണ്? തൃശ്ശൂരാണ്. എങ്കിലും പഠിച്ചിട്ട് പോവുക. കേരളത്തിലെ ആദ്യത്തെ ഭിന്നശേഷി സൗഹൃദ ബീച്ച് എവിടെയാണ്? ആലപ്പുഴയിലാണ്. കേരളത്തിലെ ആദ്യത്തെ ഭിന്നശേഷി സൗഹൃദ ബീച്ച് ഏതാണ്? ആലപ്പുഴയിലാണ്. കേരളത്തിലെ ആദ്യത്തെ പൈതൃക ബീച്ച് ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ് പറയുക? അഴീക്കൽ മുനയ്ക്കൽ ഡോൾഫിൻ ആണ് കേട്ടോ. അഴീക്കൽ മുനയ്ക്കൽ ഡോൾഫിൻ ബീച്ചാണ് കേട്ടോ. ഇതൊക്കെ അറിയണ്ടാവും. അതൊക്കെ മുന്നേ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. കേരളത്തിലെ ആദ്യത്തെ പൈതൃക ബീച്ച് ഏതാണ്? അഴീക്കൽ മുനയ്ക്കൽ ഡോൾഫിൻ ബീച്ചാണ്. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ബീച്ച് ഏതാണെന്ന് ചോദിച്ചാൽ അതേതാണ്? അത് മാറി മുഴുപ്പിലങ്ങാടാണ് കേട്ടോ. മുഴുപ്പിലങ്ങാടാണ് കേരളത്തിലെ കണ്ണൂർ ജില്ലയിലെ മുഴുപ്പിലങ്ങാട് ബീച്ചാണ് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ബീച്ചായിട്ട് പറയുന്നത്. അപ്പോൾ 9ഉം 5ഉം അറിയാലോ. 9ഉം 5ഉം മറന്നു പോകരുത്. കേരളത്തിൽ കടൽത്തീരമുള്ള ജില്ലകളുടെ എണ്ണമാണ് 9. അതുപോലെ തന്നെ കടൽത്തീരം ഇല്ലാത്ത ജില്ലകൾ 5ആണുള്ളത്. കടൽത്തീരം ഇല്ലാത്ത ഏക കോർപ്പറേഷൻ ചോദിച്ചാൽ അതേതാണ്? തൃശ്ശൂരാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാതകളുടെ എണ്ണം എത്രയാണ്? ഓപ്ഷൻ ബി 11 കേട്ടോ. കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാതകളുടെ എണ്ണം എത്രയാണ്? ഓപ്ഷൻ ബി 11. കേരളത്തിലൂടെ കടന്നു പോകുന്ന ഏറ്റവും നീളം കൂടിയ ദേശീയപാത ഏതാണ്? നീളം കൂടിയത് അത് NH 66 കേട്ടോ. NH 66. കുറവാണെങ്കിലോ? നീളം കുറഞ്ഞത് അത് NH 966 B ആണ് കേട്ടോ. നീളം കൂടിയത് ഏതാണ്? NH 66. കേരളത്തിലൂടെ കടന്നു പോകുന്ന നീളം കൂടിയ ദേശീയപാത ഏതാണ്? NH 66. ഏറ്റവും കുറഞ്ഞ ദൂരമുള്ളത് ഏതാണ്? NH 966 B ആണ് കേട്ടോ. ഇത് രണ്ടും പഠിച്ചിരിക്കണേ, ഓർത്തിരിക്കണേ. അതുപോലെ തന്നെ ചോദിക്കാം, കേരളത്തിൽ ഗതാഗത മേഖലയിൽ ഗവേഷണ പരിശീലന കൺസൾട്ടൻസി പ്രവർത്തനങ്ങൾ നടത്തുന്ന സ്ഥാപനം ഏതാണ്?
നാറ്റ്പാക്ക് ആണ് കേട്ടോ. നാറ്റ്പാക്ക് ആണ്. നാറ്റ്പാക്ക് ആക്കുളത്താണ് ആസ്ഥാനമായിട്ട് വരുന്നത് കേട്ടോ. ആക്കുളത്താണ്. ആക്കുളം ആസ്ഥാനമാക്കിയിട്ട് വരുന്നതാണ് നാറ്റ്പാക്ക് കേട്ടോ. നമ്മുടെ കേരളത്തിലെ ഗതാഗത മേഖലയിലുള്ള ഗവേഷണ പരിശീലന കൺസൾട്ടൻസി പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്ന സ്ഥാപനമാണ് നാറ്റ്പാക്ക് എന്ന് പറയുന്നത് കേട്ടോ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ദേശീയപാതകൾ കടന്നു പോകുന്ന ജില്ല ഏതാണ്? അത് എറണാകുളമാണ് കേട്ടോ. എറണാകുളത്ത് കൂടിയാണ് ഏറ്റവും കൂടുതൽ ദേശീയപാതകൾ കടന്നു പോകുന്നത് കേട്ടോ. ഏറ്റവും കുറവ് ദേശീയപാത കടന്നു പോകുന്നത് വയനാടാണ്. വയനാടാണ്. രണ്ടും ഓർത്തിരിക്കണേ. അതുപോലെ തന്നെ ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, കേരളത്തിൽ ഏറ്റവും കൂടുതൽ വാഹനങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ജില്ല. അത് കൂടുതലും കുറവും തന്നിട്ട് ഏതായിരുന്നു കൂടുതലും കുറവും എന്ന് എടുത്തെഴുതാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. രണ്ട് ഓപ്ഷനിലുണ്ടായിരുന്നേ. കേരളത്തിലെ ഏറ്റവും കൂടുതൽ വാഹനങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ജില്ല ഏതാണ്? എറണാകുളമാണ്. കുറവാണെങ്കിലോ? വയനാട്. ഏറ്റവും കൂടുതൽ വാഹനങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് എറണാകുളത്താണ്. ഏറ്റവും കുറവ് വാഹനങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് എവിടെയാണ്? വയനാടാണ്. രണ്ട് ക്വസ്റ്റ്യൻ നോക്കിയാലോ. കേരളത്തിലെ ആദ്യത്തെ റോഡ് ടണൽ ഏത് ജില്ലയിലാണ്? കേരളത്തിലെ ആദ്യത്തെ റോഡ് ടണൽ ഏത് ജില്ലയിലാണ്? ഏത് ജില്ലയിലാണ്? ഓപ്ഷൻ എ തൃശ്ശൂർ ജില്ലയിലാണ് കേരളത്തിലെ ആദ്യത്തെ റോഡ് ടണൽ കേട്ടോ. കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ നീണ്ടു കിടക്കുന്ന ദേശീയ ജലപാത ഏത്? ഓപ്ഷൻ സി NW3 ആണ് കേട്ടോ. സ്ഥിരമായിട്ട് വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ നീണ്ടു കിടക്കുന്ന ദേശീയ ജലപാത ഏതാണ്? നാഷണൽ വാട്ടർവേ 3 ആണ്. 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് പാസ്സാക്കിയപ്പോൾ വൈസ്രോയി. 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് പാസ്സാക്കിയപ്പോഴുള്ള വൈസ്രോയി ആരാണ്? ഓപ്ഷൻ സി ആണ് വെല്ലിംഗ്ടൺ പ്രഭു ആയിരുന്നു കേട്ടോ. 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് പാസ്സാക്കുമ്പോൾ ആരായിരുന്നു വൈസ്രോയി? വെല്ലിംഗ്ടൺ ആയിരുന്നു അല്ലേ. നമ്മുടെ ഇന്ത്യക്ക് വേണ്ടിയിട്ട് ഇത് പാസ്സാക്കുമ്പോൾ വെല്ലിംഗ്ടൺ ആയിരുന്നു. ഇവിടെ ലിൻലിത്കോ കിടക്കുന്നുണ്ടല്ലോ, അത് നമ്മുടെ 35 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് നിലവിൽ വന്നപ്പോഴുള്ള വൈസ്രോയി ആണ് കേട്ടോ. 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് നിലവിൽ വന്നപ്പോൾ ലിൻലിത്കോയും പാസ്സാക്കിയപ്പോൾ ആരായിരുന്നു? വെല്ലിംഗ്ടണും ആയിരുന്നു കേട്ടോ. ഓർത്തിരിക്കണേ. നമ്മുടെ ഇന്ത്യക്ക് വേണ്ടിയിട്ട് ബ്രിട്ടീഷ് പാർലമെൻറ്റ് പാസ്സാക്കിയിട്ടുള്ള ഏറ്റവും നീളമേറിയിട്ടുള്ള നിയമമാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935 എന്ന് പറയുന്നത് കേട്ടോ. നമ്മുടെ ഇന്ത്യൻ ഭരണഘടന ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്നത് ഏതിനോടാണെന്ന് ചോദിച്ചാൽ അത് ഏതിനോടാണ്? ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935 കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയുടെ ബ്ലൂ പ്രിൻ്റ് എന്നറിയപ്പെടുന്നു. ഇന്ത്യൻ ഭരണഘടനയുടെ ബ്ലൂ പ്രിൻ്റ് എന്നറിയപ്പെടുന്നത് ഏതാണ്? ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935 കേട്ടോ. ഈ 35 ഈ ആക്ട് പ്രകാരം നമ്മുടെ കേന്ദ്രത്തിലെ ദ്വിഭരണത്തിന് വ്യവസ്ഥ ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രവിശ്യകളിൽ ദ്വിഭരണം അവസാനിപ്പിക്കുകയും ചെയ്തു. കേന്ദ്രത്തിൽ ഒരു ദ്വിഭരണ വ്യവസ്ഥ കൊണ്ടുവരികയും ചെയ്തു. അതുപോലെ തന്നെ RBI, ഫെഡറൽ കോടതി എന്നിവയൊക്കെ സ്ഥാപിക്കാൻ വ്യവസ്ഥ ചെയ്ത നിയമം ഏത് തന്നെയാണ്? ഈ 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ആണ് കേട്ടോ. ഈ 2-3 പ്രത്യേകതകൾ ഒന്ന് പഠിച്ചിരിക്കുക കേട്ടോ. കേന്ദ്രത്തിൽ ദ്വിഭരണത്തിന് വ്യവസ്ഥ ചെയ്തു, പ്രവിശ്യകളിൽ ദ്വിഭരണം അവസാനിപ്പിച്ചു, RBI, ഫെഡറൽ കോടതി എന്നിവ സ്ഥാപിക്കാൻ വ്യവസ്ഥ ചെയ്ത നിയമമാണ് 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് എന്ന് പറയുന്നത് കേട്ടോ. നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയുടെ ബ്ലൂ പ്രിൻ്റ് എന്നറിയപ്പെടുന്നത് ഏതാണ്? 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ആണ് കേട്ടോ. പാസ്സാക്കുമ്പോൾ ആരായിരുന്നു? വെല്ലിംഗ്ടണും നിലവിൽ വന്നപ്പോൾ ആരായിരുന്നു? ലിൻലിത്കോയും ആയിരുന്നു കേട്ടോ. അതേപോലെ ഈ ഭാഗത്തു നിന്ന് വരുന്നൊരു വിശേഷണം സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. ഇതിനെ ഈ 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിനെ ശക്തമായ ബ്രേക്ക് ഉള്ളതും എന്നാൽ എഞ്ചിൻ ഇല്ലാത്തതുമായ യന്ത്രം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? 1935 ഗവൺമെൻറ് ഓഫ് ആക്ടിനെ ശക്തമായ ബ്രേക്ക് ഉള്ളതും എന്നാൽ എഞ്ചിൻ ഇല്ലാത്തതുമായ യന്ത്രം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ് കേട്ടോ. ജവഹർലാൽ നെഹ്റു ആണ് അങ്ങനെ വിശേഷിപ്പിച്ചത്. സ്ഥിരമായിട്ട് വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. താഴെ കൊടുത്തിട്ടുള്ള പ്രസ്താവനയിൽ നിന്ന് ചുവന്ന രക്തകോശവുമായി ബന്ധമില്ലാത്തത് ഏത്? താഴെ കൊടുത്തിട്ടുള്ള പ്രസ്താവനയിൽ നിന്ന് ചുവന്ന രക്തകോശവുമായി ബന്ധമില്ലാത്തത് ഏത്? ഓപ്ഷൻ ബി ആണ് ആൻസർ. 2 മാത്രം എന്നുള്ളതാണ് കേട്ടോ. രോഗാണുക്കളെ നശിപ്പിക്കുന്നു എന്നുള്ളത് എന്തില്ല? ഈ ചുവന്ന രക്തകോശവുമായിട്ട് ബന്ധമില്ലാത്തതാണ് കേട്ടോ. ഉള്ളത് ഏതൊക്കെയാണ്? ഡിസ്കിൻ്റെ ആകൃതിയാണ്, ഹീമോഗ്ലോബിൻ അടങ്ങിയിരിക്കുന്നു, ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ് എന്നിവയുടെ വിനിമയം. നമ്മുടെ SCERTയിൽ കിടക്കുന്നുണ്ട്, നമുക്ക് വേഗം നോക്കാം. രക്തത്തിലെ പ്രധാന ഘടകങ്ങളും
പ്ലേറ്റ്ലെറ്റ് എന്തിനാണ് ഹെൽപ്പ് ചെയ്യുന്നത്? രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്നത് ആരാണ്? പ്ലേറ്റ്ലെറ്റ് ആണ്. രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്നത് പ്ലേറ്റ്ലെറ്റ് ആണ്. അതുപോലെ തന്നെ ചുവന്ന രക്തകോശം ദാ കിടക്കുന്നു. ഡിസ്കിൻ്റെ ആകൃതിയാണ്. മർമ്മമില്ല. ഹീമോഗ്ലോബിൻ അടങ്ങിയിരിക്കുന്നു. ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ് എന്നിവയുടെ വിനിമയം. എന്തൊക്കെയാണ്? ഡിസ്കിൻ്റെ ആകൃതിയാണ്. മർമ്മമില്ല. ഹീമോഗ്ലോബിൻ അടങ്ങിയിരിക്കുന്നു. ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ് എന്നിവയുടെ വിനിമയം. അടുത്തത് WBC, വെളുത്ത രക്തകോശം. നിശ്ചിത ആകൃതി ഇല്ല അതിന്. മർമ്മമുണ്ട്. രോഗാണുക്കളെ നശിപ്പിക്കുന്നു. അപ്പോൾ രോഗാണുക്കളെ നശിപ്പിക്കുന്നത് വെളുത്ത രക്താണുക്കൾ. മർമ്മമുണ്ട്. നിശ്ചിത ആകൃതി ഇല്ല. പ്ലാസ്മയോ? രക്തത്തിൻ്റെ ദ്രാവക ഭാഗത്തെ വിളിക്കുന്ന പേരെന്ത്? എന്താണ്? പ്ലാസ്മ. ഇളം മഞ്ഞ നിറം ചോദിച്ചിട്ടുണ്ട്. പ്ലാസ്മയുടെ നിറം എന്താണ്? ഇളം മഞ്ഞ നിറമാണ്. ഗ്ലൂക്കോസിനെ കോശങ്ങളിൽ എത്തിക്കുന്നു. ഗ്ലൂക്കോസിനെ കോശങ്ങളിൽ എത്തിക്കുന്നത് ആരാണ്? പ്ലാസ്മയാണ്. ഇതുമായിട്ട് അതേ ചാപ്റ്ററിൽ തന്നെ വേറെ കുറച്ച് കാര്യങ്ങളും കൂടി കൊടുത്തിട്ടുണ്ട്. ഞാൻ അതും എടുത്തിട്ടുണ്ട്. നമുക്ക് നോക്കാം. പയർവിത്തിൻ്റെ ആകൃതിയിലുള്ള വൃക്കേനെ കുറിച്ചാണ് പറയുന്നത്. പയർവിത്തിൻ്റെ ആകൃതിയിലുള്ള ഇവ ഉദരാശയത്തിൽ നട്ടെല്ലിൻ്റെ ഇരുവശങ്ങളിലുമായിട്ടാണ് കാണപ്പെടുന്നത്. വൃക്കയിലേക്ക് രക്തം എത്തിക്കുന്നത് ആരാണ്? വൃക്കാധമനിയാണ്. വൃക്കാധമനി വഴി എത്തുന്ന രക്തത്തിൽ യൂറിയ, ഗ്ലൂക്കോസ്, ലവണങ്ങൾ, ഓക്സിജൻ, മറ്റു ഘടകങ്ങൾ എന്നിവ ഉണ്ടായിരിക്കും. എന്നാൽ അരിക്കലിന് ശേഷം വൃക്കാസിരയിലൂടെ തിരിച്ചു പോകുന്ന രക്തത്തിൽ യൂറിയ, ഗ്ലൂക്കോസ്, ലവണങ്ങൾ, ഓക്സിജൻ, മറ്റു ഘടകങ്ങൾ എന്നിവയുടെ അളവ് താരതമ്യേന കുറവായിരിക്കും. ഇത്തരത്തിൽ വൃക്കയിൽ അരിക്കലിന് വിധേയമായ രക്തത്തിലെ മാലിന്യങ്ങൾ മൂത്രത്തിലൂടെ പുറന്തള്ളപ്പെടുന്നു. ശരിയായ അളവിൽ ജലം, ലവണങ്ങൾ എന്നിവ ശരീരത്തിൽ നിലനിൽക്കുന്നതിന് വൃക്കകൾ പ്രധാന പങ്ക് വഹിക്കുന്നു. ആരോഗ്യമുള്ള ഒരാളുടെ വൃക്കകൾ ഒരു ദിവസം ശരാശരി 1.5 ലിറ്റർ മൂത്രമാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. എന്ന് അറിഞ്ഞിരുന്നാൽ മതി കേട്ടോ. ത്വക്കിലെ സ്വേദഗ്രന്ഥികളാണ് വിയർപ്പുണ്ടാക്കുന്നത്. ശരീരത്തിൽ അധികമുള്ള ജലവും ലവണങ്ങളും വിയർപ്പിലൂടെ പുറത്തു പോകുന്നു. വിയർപ്പ് ബാഷ്പമായി മാറാൻ വേണ്ട താപം നമ്മുടെ ശരീരത്തിൽ നിന്ന് എടുക്കുന്നു. ഇങ്ങനെ നമ്മുടെ ശരീര താപനില ക്രമീകരിച്ച് നിർത്താൻ വിയർക്കൽ സഹായിക്കും. നമ്മുടെ ശരീരത്തിൻ്റെ താപനില ക്രമീകരിക്കുന്നതിൽ വിയർപ്പൊരു പങ്ക് വഹിക്കുന്നുണ്ട്. ശരീരത്തെ പൊതിഞ്ഞു സൂക്ഷിക്കുക, സ്പർശമറിയുക എന്നിവയും എന്താണ്? ത്വക്കിൻ്റെ ധർമ്മങ്ങളാണ്. ശ്വാസകോശം. കോശങ്ങളിൽ നിന്ന് എത്തിച്ചേരുന്ന കാർബൺ ഡൈ ഓക്സൈഡിനെ പുറന്തള്ളുന്നത് ആരാണ്? ശ്വാസകോശമാണ്. കോശങ്ങളിൽ നിന്ന് എത്തിച്ചേരുന്ന കാർബൺ ഡൈ ഓക്സൈഡിനെ പുറന്തള്ളുന്നത് ആരാണ്? ശ്വാസകോശമാണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി ഏതാണ്? കരളാണ്. രക്തത്തിലൂടെ എത്തുന്ന ഹാനികരമായ രാസവസ്തുക്കളെ ഇത് നശിപ്പിക്കുന്നു. കൂടാതെ കൊഴുപ്പിനെ ദഹിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള പിത്തരസം ഉൽപ്പാദിപ്പിക്കുന്നു. പിത്തരസം ഉൽപ്പാദിപ്പിക്കുന്നത് ഏത് അവയവമാണ്? കരളാണ്. പോഷക ഘടകങ്ങൾ വിഘടിപ്പിക്കുമ്പോൾ ശരീരത്തിന് ഹാനികരമായ അമോണിയ ഉണ്ടാകുന്നു. ഇതിനെ താരതമ്യേന ഹാനികരമല്ലാത്ത യൂറിയയാക്കി മാറ്റുന്നതും ആര് തന്നെയാണ്? കരൾ തന്നെയാണ്. ഇതിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എഴുതിയെടുത്തിട്ട് പഠിക്കണേ. നമുക്കൊരു കണ്ടൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അത് നമുക്ക് യൂസ്ഫുൾ ആണോ, നമുക്കത് യൂസ്ഫുൾ ആവുമോ എന്ന് ആദ്യം നമ്മൾ വിചാരിക്കണം. മനസ്സിലാവുന്നുണ്ടോ? അല്ലാതെ എന്താണ് ഒരുപാട് ഫാൻറ്റസി ആയിട്ടുള്ളതോ അങ്ങനെയൊക്കെ കണ്ടിട്ട് ഇത് വരും അങ്ങനെയല്ല. നമ്മൾ PSC പഠിക്കുന്നവരാണ്. അപ്പോൾ ഏത് കണ്ടൻറ്റാണ് നമ്മുടെ പ്രിലിംസിന് അനുയോജ്യമായത് അല്ലെങ്കിൽ നമ്മൾ പഠിക്കുന്നതിന് അനുയോജ്യമായത് എന്നുള്ളത് നമുക്ക് തോന്നണം. അവിടെയാണ് നമ്മുടെ വിജയം ഇരിക്കുന്നത് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നാഡികളുടെയും ചുവന്ന രക്താണുക്കളുടെയും ആരോഗ്യത്തിന് സഹായിക്കുന്ന ജീവകം ഏത്? നാഡികളുടെയും ചുവന്ന രക്താണുക്കളുടെയും ആരോഗ്യത്തിന് സഹായിക്കുന്ന ജീവകം ഏതാണ്? ഓപ്ഷൻ E ആണ് കേട്ടോ. നാഡികളുടെയും ചുവന്ന രക്താണുക്കളുടെയും ആരോഗ്യത്തിന് സഹായിക്കുന്ന ജീവകം ഏതാണ്? ജീവകം E ആണ്. പഠിച്ചിരിക്കുക കേട്ടോ. നാഡികളുടെയും ചുവന്ന രക്താണുക്കളുടെയും ആരോഗ്യത്തിന് സഹായിക്കുന്ന ജീവകം ഏതാണ്? ജീവകം E ആണ്. ഇവിടെ കൊടുത്തിരിക്കുന്ന കണ്ടോ? ജീവകം E എന്താണ്? നാഡികളുടെയും ചുവന്ന രക്താണുക്കളുടെയും ആരോഗ്യത്തിന് ഏതാണ്? E ആണ് ഹെൽപ്പ് ചെയ്യുന്നത്. ഏതിലാണ് ഉണ്ടാവുക? സസ്യ എണ്ണകളിലാണ് ജീവകം E ഉണ്ടാവുക. ഏതൊക്കെയാണ് കൊഴുപ്പിൽ ലയിക്കുന്നത്? A, D, E, K ആണ് കേട്ടോ. അടക്ക് എന്ന് ആലോചിച്ചാൽ മതി കേട്ടോ. അടക്ക് കൊഴുപ്പിൽ ലയിക്കുന്നതാണ് അടക്ക് കേട്ടോ. ബാക്കി Bയും Cയും എന്തിലാണ്? വെള്ളത്തിൽ ലയിക്കുന്നതാണ് കേട്ടോ. അടക്ക് കൊഴുപ്പിൽ ലയിക്കുന്നത്. പറഞ്ഞല്ലോ സസ്യ എണ്ണകളിലാണ് കാണപ്പെടുന്നത്. എന്തിനാണ് ഹെൽപ്പാക്കുന്നത്? നാഡികളുടെയും ചുവന്ന രക്താണുക്കളുടെയും ആരോഗ്യത്തിന്. ഡിയോ എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യത്തിന് കാൽസ്യം, ഫോസ്ഫറസ് എന്നിവയുടെ ആഗിരണം പ്രത്യേകിച്ച് പഠിക്കണം. അത് ചോദിച്ച് കണ്ടിട്ടുണ്ട്.
എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യം, കാൽസ്യം, ഫോസ്ഫറസ് എന്നിവയുടെ ആഗിരണത്തെ സഹായിക്കുന്നത് ഏതാണ്? വിറ്റാമിൻ ഡി ആണ് കേട്ടോ. ഇങ്ങനെയാണ് സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ ശരീരത്തിൽ നിർമ്മിക്കപ്പെടുന്നു പാലുൽപ്പന്നങ്ങൾ. ഇതിലാണ് എന്തുണ്ടാവുന്നത്? വൈറ്റമിൻ ഡി ഉണ്ടാകുന്നത്. ഇനി അടുത്തത്, കണ്ണ്, ത്വക്ക്, മുടി എന്നിവയുടെ ആരോഗ്യത്തിന് ഹെൽപ്പാകുന്നത് ജീവകം ഏതാണ്? ജീവകം എ ആണ് കേട്ടോ. ക്യാരറ്റ്, ചീര, പാലുൽപ്പന്നങ്ങൾ, കരൾ, പയറില, അതുപോലെ തന്നെ ചേമ്പില, മുരിങ്ങയില എന്നിവയിലെല്ലാം വിറ്റാമിൻ എ ധാരാളമായിട്ട് കാണപ്പെടുന്നു. ധാന്യകങ്ങൾ, പ്രോട്ടീൻ എന്നിവ ശരീരത്തിൽ പ്രയോജനപ്പെടുത്തൽ, ചുവന്ന രക്താണുക്കളുടെ നിർമ്മാണം, ത്വക്കിൻ്റെ ആരോഗ്യം. പഠിക്കണേ ഏതാണ്? വിറ്റാമിൻ ബി ആണ് കേട്ടോ. ധാന്യകങ്ങൾ, പ്രോട്ടീൻ എന്നിവ ശരീരത്തിൽ പ്രയോജനപ്പെടുത്തൽ, ചുവന്ന രക്താണുക്കളുടെ നിർമ്മാണം, ത്വക്കിൻ്റെ ആരോഗ്യം. ഏതാണ് ഹെൽപ്പ് ചെയ്യുന്നത്? ബി ആണ്. എന്തിലൊക്കെയാണ് കാണപ്പെടുന്നത്? ധാന്യങ്ങളുടെ തവിടിൽ മുട്ട, പാല്, ചേമ്പില എന്നിവയിൽ എന്ത് കാണപ്പെടുന്നു? ബി കാണപ്പെടുന്നു. അടുത്തതാണ് സി. ത്വക്ക്, പല്ല്, മോണ, രക്തകോശങ്ങൾ എന്നിവയുടെ ആരോഗ്യം വന്നിട്ടുള്ളതാണ്. ത്വക്ക്, പല്ല്, മോണ, രക്തകോശങ്ങൾ എന്നിവയുടെ ആരോഗ്യത്തിന് ഹെൽപ്പാക്കുന്നത് ഏതാണ്? വിറ്റാമിൻ സി ആണ്. എന്തിൽ കാണപ്പെടുന്നു? പഴങ്ങളിൽ, നെല്ലിക്ക, മുരിങ്ങയില, പപ്പായയിൽ എന്തൊക്കെ കാണപ്പെടുന്നു? വിറ്റാമിൻ സി കാണപ്പെടുന്നു. മുറിവുണ്ടാകുമ്പോൾ രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്നത് ഏതാണ്? കെ ആണ്. എന്തിലൊക്കെ കാണപ്പെടുന്നു? ക്യാബേജ്, ചീര, കോളിഫ്ലവർ മുതലായവയിൽ കാണപ്പെടുന്നു. അപ്പോൾ ഇത് എഴുതിയെടുക്കണം കേട്ടോ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് എഴുതിയെടുക്കണം, എന്നിട്ട് പഠിക്കും വേണം. എഴുതിയെടുത്താൽ മാത്രം പോരാ, പഠിക്കുകയും വേണം. ഇനി ഇവിടെ അതേ ചാപ്റ്ററിൽ തന്നെ കൊടുത്തിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. ജനിക്കുന്ന സമയത്ത് ശരീരത്തിൽ ഏകദേശം 300 എല്ലുകൾ ഉണ്ടാവും. പ്രായപൂർത്തിയാകുന്നതോടെ ഇതിൽ പലതും ഒന്നിച്ചു ചേർന്ന് 206 കുറയുന്നു. ഇനി നമ്മുടെ മനുഷ്യ ശരീരത്തിലെ അസ്ഥികളുടെ എണ്ണങ്ങൾ കൊടുത്തിട്ടുണ്ട്. തലയോടിൽ എത്രയുണ്ട്? 22 അസ്ഥികളാണുള്ളത്. തലയോടിലെ അസ്ഥികളുടെ എണ്ണം എത്രയാണ്? 22. പഠിക്കണേ. വാരിയെല്ല് 24, ഓരോ കാലിലും 30, അരക്കെട്ടിൽ 2, നട്ടെല്ലിൽ 33, ഓരോ കൈയിലും 32, മാറെല്ലിൽ 1. ഇത് ഇത്രയും പഠിക്കണേ, ഇമ്പോർട്ടൻ്റ് ആണ്. തലയോട് സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. എത്രയുണ്ട്? 22 അസ്ഥികളാണ് തലയോടിൽ ഉള്ളത് കേട്ടോ. വാരിയെല്ലിലാണെങ്കിൽ 24, ഓരോ കാലിലും 30, അരക്കെട്ടിൽ 2, നട്ടെല്ലിൽ 33, ഓരോ കൈയിലും 32, മാറെല്ലിൽ 1. അസ്ഥികളുടെ കാഠിന്യത്തിന് കാരണം എന്താണ്? കാൽസ്യം ഫോസ്ഫേറ്റ് ആണ്. അസ്ഥികളുടെ കാഠിന്യത്തിന് കാരണം ചോദിച്ചിട്ടുണ്ട്. എന്താണ്? കാൽസ്യം ഫോസ്ഫേറ്റ് ആണ്. അതിനാൽ അസ്ഥികളുടെ വളർച്ചയ്ക്ക് കാൽസ്യം, ഫോസ്ഫറസ് എന്നിവ അത്യാവശ്യമാണ്. വളർച്ചാഘട്ടത്തിൽ കാൽസ്യം, ഫോസ്ഫറസ് തുടങ്ങിയ ധാതുക്കൾ അസ്ഥികളെ ബലപ്പെടുത്തുന്നു. ചെറിയ കുട്ടികളുടെ അസ്ഥികൾക്ക് ബലം കുറയാൻ കാരണം കാൽസ്യം ഫോസ്ഫേറ്റിൻ്റെ നിക്ഷേപം കുറവായതുകൊണ്ടാണ്. പ്രായമെത്തിയവരിൽ ശരീരത്തിനു വേണ്ട കാൽസ്യം അസ്ഥികളിൽ നിന്ന് ആഗിരണം ചെയ്യാറുണ്ട്. ഇത് അസ്ഥിയുടെ ബലക്ഷയത്തിന് കാരണമാകുന്നു. കുമ്പളങ്ങ, പടവലങ്ങ തുടങ്ങിയ പച്ചക്കറികളിലും പേരയ്ക്ക, ചാമ്പയ്ക്ക തുടങ്ങിയ പഴങ്ങളിലും മുട്ട, പാല്, ചെറുമത്സ്യങ്ങൾ എന്നിവയിലും കാൽസ്യം എന്തുണ്ട്? ധാരാളമുണ്ട്. ഇനി ഇവിടെ ഈ സ്പ്ലിൻറ്റ് ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. കൈകാലുകളിലെ ഒടിവുള്ള എല്ല് നിശ്ചലമാക്കി വയ്ക്കാൻ സ്പ്ലിൻറ്റ് വെച്ച് കെട്ടാറുണ്ട്. ചോദിച്ചിട്ടുണ്ട് കേട്ടോ സ്പ്ലിൻറ്റിനെ കുറിച്ച്. അപ്പോൾ ഇത് നമ്മൾ 10 ക്വസ്റ്റ്യൻസ് ആണ് നോക്കിയത് കേട്ടോ. യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആവുകയാണെന്ന് തോന്നുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ. നമുക്ക് വീണ്ടും ഇതുപോലത്തെ നല്ല വീഡിയോസിൽ കാണാം. ഇനി നിങ്ങൾക്ക് ഏത് മോക്ക് ടെസ്റ്റാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ, ഏത് ടോപ്പിക്കാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതിയേ, നമുക്കത് ചെയ്യാം. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോയിൽ കാണാവേ. താങ്ക്